ഹലോ ഫ്രണ്ട്സ്, വീട്ടമ്മമാരായ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഹൗസ് ക്ലീനിങ്. ഇഷ്ടപ്പെടുന്ന അതേ അളവിൽ ചിലപ്പോഴെങ്കിലും ക്ലീനിങ്ങിനെ വെറുക്കാറുമുണ്ട് നമ്മൾ, അല്ലേ? പല സാഹചര്യങ്ങളിൽ പലപ്പോഴും ക്ലീനിങ്ങിൽ നമ്മൾ വലിയ രീതിയിൽ അലസത കാണിക്കാറുണ്ട്. മനസ്സ് മടുത്തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കടുത്ത ക്ഷീണമുള്ളപ്പോഴൊക്കെയാണ് പലപ്പോഴും നമ്മളിലേക്ക് ആ അലസത കടന്നു വരുന്നത്. നമ്മളിലെ ആലസ്യതയും മടിയും മാറ്റി വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ചില എളുപ്പ വഴികളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശരീരം മടുപ്പിച്ചുകൊണ്ട് എല്ലാ ജോലികളും ഒറ്റയടിക്ക് തീർക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വൃത്തിയോടെയും ചിട്ടയോടെയും നമ്മുടെ ആരോഗ്യം കളയാതെ വീട് വൃത്തിയാക്കാൻ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് ഒരു നല്ല ടൈം ടേബിളാണ്. ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമോ പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമോ അല്ല. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ഒരു ഭാഗം വൃത്തിയാക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുക, വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിടുക. ഇതിന് ശേഷമായിരിക്കണം വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്ത് വൃത്തിയാക്കാൻ തുടങ്ങേണ്ടത്. നമ്മൾ ആദ്യം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുറിയിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം നല്ല എനർജിയോടെയും സന്തോഷത്തോടെയും തുടങ്ങാൻ ആ ഒരു പോസിറ്റീവ് കാഴ്ച നമ്മളെ ഒത്തിരി സഹായിക്കും. ബെഡ്റൂമിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ബെഡ്ഷീറ്റുകൾ കൃത്യസമയത്ത് മാറ്റി അലക്കി വൃത്തിയാക്കി വിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. റൂമിലെ ഫാനും ജനലുകളൊക്കെ തുടച്ച് പൊടിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം. അതുപോലെ ജനലുകളിൽ എപ്പോഴും വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ കർട്ടനുകൾ ഇടാൻ ശ്രദ്ധിക്കണം. അലമാരയിലെ തുണികൾ മനോഹരമായി മടക്കി ഒതുക്കി വയ്ക്കാം. ആവശ്യമില്ലാത്ത എല്ലാ തരം തുണികളും അലമാരയിൽ നിന്ന് മാറ്റുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്പേസ് കിട്ടും. നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ, ഒരു തട്ട് പുസ്തകങ്ങൾക്കായി മാറ്റിവെക്കുക. അതുപോലെ തന്നെ അലങ്കരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസോ കുഞ്ഞ് ഇൻഡോർ ചെടികളൊക്കെ റൂമിൽ നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ വയ്ക്കാവുന്നതാണ്. അത് നമ്മുടെ ബെഡ്റൂമിന് കൂടുതൽ ഭംഗി നൽകും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ബെഡ്റൂമിലെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ മടി മാറ്റിവെച്ച് വീട് ഭംഗിയാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ഭാഗവുമായി ഉടൻ വരാം. താങ്ക്